ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നേന്ത്രപ്പഴം വെച്ച് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു ഡിസേർട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കണം. നെയ്യ് ആവശ്യമായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുപ്പുള്ള നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചധികം തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ആ ഒരു പഴം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉടഞ്ഞു പോകണം കേട്ടോ. അങ്ങനെ അതിനാണ് നമ്മൾ നല്ലോണം പഴുത്ത പഴം എടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതൊരു തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതവിടെ 500 ml പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് പാൽ മാത്രമായിട്ട് എടുക്കുക, എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതായി ഒരു പാലിലേക്ക് കുറച്ച് പാൽ അതിൽ നിന്ന് എടുത്തിട്ട് ഒരു സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറും അതുപോലെ തന്നെ ഒരു സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കസ്റ്റാർഡ് പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടി ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതവിടെ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തുള്ളി വാനില എസൻസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു ഡിസേർട്ട് അത്യാവശ്യം കുറുകിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കസ്റ്റാർഡ് പൗഡർ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ ഒന്നോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടി കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം കട്ടിയായിട്ട് ഈ ഒരു ഡിസേർട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയിൽ നിന്നും കുറച്ച് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വാട്ടിയെടുത്ത ഒരു പഴത്തിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടും കൂടിയാണ്. ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയുടെ മിക്സൊക്കെ ഉണ്ടായിരുന്നില്ല, അതെല്ലാം ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കാം. തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്